നമ്മൾ വളരെ കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ. മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന് നമ്മൾ വളരെ ഭയത്തോടെ പലകുറി ചോദിക്കുന്നുണ്ട്. ഡാം പൊട്ടില്ലെന്നും അപകട സാധ്യതയില്ലെന്നും അധികാരികൾ മറുപടിയും പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് കർണാടകയിൽ നിന്ന് നമ്മുടെ പേടി അപ്പാടെ കൂട്ടുന്നൊരു വാർത്ത വരുന്നത്. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലുള്ള തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് പൊട്ടി വീണു. നിമിഷങ്ങൾക്കകം 35,000 ക്യൂബിക്സ് വെള്ളം ഒഴുകിപ്പോയി. വലിയ അപകടമാണുണ്ടായത്. പക്ഷേ മറ്റ് ഷട്ടറുകൾ കൂടി ഉടൻ തുറന്ന് ഡാമിന് സമ്മർദ്ദമുണ്ടാക്കാതെ വെള്ളം ഒഴുക്കിവിട്ടതുകൊണ്ട് വലിയ ദുരന്തമായി അത് മാറിയില്ല. കർണാടകയിലെ ഈ ഡാം അപകടം നമുക്ക് ആശങ്കയായി മാറുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം കൊണ്ടാണ്. സിമന്റ് ഉപയോഗിക്കാതെ സുർക്കി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ ഡാമും. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള 2 ഡാമുകളേ ഉള്ളൂ, മുല്ലപ്പെരിയാറും തുംഗഭദ്രയും. പമ്പാസാഗർ എന്നും ഈ അണക്കെട്ട് അറിയപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി 11:30 അണക്കെട്ടിന്റെ 19ാമത്തെ ഷട്ടറിന്റെ ചങ്ങല തകർന്നത്. 33 ഷട്ടറുകളാണ് ഡാമിന് ആകെയുള്ളത്. ചങ്ങല തകർന്ന് വെള്ളം പുറത്തേക്ക് കുത്തൊഴുക്ക് തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഡാമിലെ സകല ഷട്ടറുകളും തുറന്നുവിട്ടു. 70 വർഷത്തിനിടയിൽ ഡാമിൽ ഇങ്ങനെയൊരു അപകടം ആദ്യമായാണ് സംഭവിക്കുന്നത്. എന്തായാലും അപകടത്തെ തുടർന്ന് കൊപ്പൽ, വിജയനഗരം, ബെല്ലാരി, റായ്ചൂർ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന്ധ്രയുമായി അതിർത്തി പങ്കിടുന്നതാണ് കൊപ്പൽ ജില്ല. തുംഗഭദ്ര അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം മുഖ്യമായും കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. ഇന്നലെ രാത്രി 10:50 ചങ്ങല പൊട്ടിയത്. വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പുഴയുടെ തീരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് വൻതോതിൽ മഴ പെയ്തിരുന്നു. ഇതോടെ ഡാമിലേക്ക് നീരൊഴുക്ക് കൂടി. ഡാമിലെ ജലനിരപ്പ് കവിയാതിരിക്കാൻ വെള്ളം നിയന്ത്രിച്ച് പുറത്തേക്ക് ഒഴുക്കി വിട്ടിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് 19ാം ഷട്ടറിന്റെ ചങ്ങല തകരുകയായിരുന്നു. 1,00,000 ക്യൂസെക്സ് വെള്ളമാണ് ഇന്ന് രാവിലെ ഒഴുക്കിക്കളഞ്ഞത്. ഡാമിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിൽ മാത്രമേ ഷട്ടർ നന്നാക്കാനാകൂ. അതുകൊണ്ട് ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചാൽ ആശങ്ക വർദ്ധിക്കും. വരുന്ന 2-3 ദിവസം 2,00,000 ക്യൂസെക്സ് വെള്ളം ഒഴുക്കിക്കളയാനാണ് കർണാടക നീരാവരി നിഗം ലിമിറ്റഡിന്റെ തീരുമാനം. കൊപ്പൽ MLA രാഘവേന്ദ്ര ഹിത്നൽ, അസിസ്റ്റന്റ് കമ്മീഷണർ മഹേഷ് കുമാർ മാഘാഗെട്ടി എന്നിവർ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആന്ധ്രയിലും കനത്ത ജാഗ്രതയാണ്. കുർണൂൽ ജില്ലയിലൂടെയാണ് തുംഗഭദ്ര കനാൽ കടന്നു പോകുന്നത്. സമീപത്തുള്ള നന്ദ്യാൽ ജില്ലയിലും ജാഗ്രതയുണ്ട്. തുംഗഭദ്ര നദിയിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ചിക്കമംഗളൂർ ജില്ലയിലെ മുടിഗ താലൂക്കിൽ വനത്തിനുള്ളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തുംഗ, ഭദ്ര എന്നീ നദികൾ ഷിമോഗയിൽ വെച്ച് ഒന്നുചേർന്നാണ് തുംഗഭദ്രയാകുന്നത്. നേത്രാവതി നദിയും പശ്ചിമഘട്ടത്തിൽ തുംഗഭദ്രയ്ക്ക് അടുത്തുനിന്നാണ് ഉത്ഭവിക്കുന്നത്. തുംഗയും ഭദ്രയും ഒരിടത്തു നിന്നാണ് ഉത്ഭവിക്കുന്നതെങ്കിലും 2 വഴികളിലൂടെയാണ് ഒഴുകുന്നത്. തരിക്കരെ താലൂക്കിലൂടെയും വ്യവസായ നഗരമായ ഭദ്രാവതിയിലൂടെയും ഒഴുകി ഭദ്രയും ശൃംഗേരി, തീർത്ഥഹള്ളി, ശിവമോഗ താലൂക്കുകളിലൂടെ ഒഴുകി തുംഗയും കൂടലി എന്ന സ്ഥലത്തു വെച്ചാണ് ഒന്നായി തുംഗഭദ്രയായി മാറുന്നത്. തുംഗഭദ്രയായി കഴിഞ്ഞാണ് ഹോസ്പേട്ടിൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1949 ഡാം നിർമ്മാണം ആരംഭിച്ചത്. മൈസൂർ, ഹൈദരാബാദ് സംസ്ഥാനങ്ങളുടെ കാലത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 1953 നിർമ്മാണം പൂർത്തിയായി. തുംഗഭദ്ര അണക്കെട്ടിൽ കെട്ടിനിർത്തിയ ജലം വരൾച്ചാക്കാലത്ത് കർണാടകയിലെ ബെല്ലാരി, അന്തപൂർ, ആന്ധ്രയിലെ കർണൂൽ, കടപ്പ ജില്ലകളിലേക്ക് ജലസേചനത്തിനായി നൽകുകയായിരുന്നു ലക്ഷ്യം. ഹംപിയിലെ ജലവൈദ്യുത പദ്ധതിയിലേക്കുള്ള വെള്ളവും തുംഗഭദ്ര അണക്കെട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും തുംഗഭദ്രയിലുണ്ടായ അപകടം കേരളത്തിനൊരു മുന്നറിയിപ്പാണെന്ന ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് കൂടി ചിന്തിക്കുന്ന സമയമായതിനാൽ നമ്മുടെ ആശങ്ക ഇരട്ടിയാവുകയാണ്.